കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതു. വളരെ സന്തോഷമായിട്ടോ. നല്ല നല്ല രസത്തിലാണ് ഉണ്ണിക്കണ്ണൻ അങ്ങനെ നിൽക്കണ ശ്രീലകത്ത്. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിയാണ്. കളഭാലങ്കാരൻ ഉണ്ടായിരുന്നത് പൊട്ടക്കുഴി ദിവാകരോദിക്കനാണ്. വളരെ കേമായിട്ട് നല്ല തടിച്ച് ഒരു ഉണ്ണിക്കണ്ണൻ, തടിച്ചുരുണ്ടൊരു ഉണ്ണിക്കണ്ണൻ അങ്ങനെ ചാർത്തിയിട്ടുണ്ട് ആ ശ്രീലകത്ത്. എന്താ രസം എന്നറിയോ? പൊൻതളകളുണ്ട്, കയ്യിൽ കാൽത്തളകളുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല ഒരു കോണകമൊക്കെ ഞെറിഞ്ഞെടുത്തിട്ടുള്ള നല്ല കോണകം ഇങ്ങനെ കാണാതിരിക്കാനുള്ള മാതിരി പതക്കൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് താഴത്ത് ഇങ്ങനെ ഞെരിഞ്ഞിട്ടിട്ടുണ്ട്. ഞെറിഞ്ഞ മാതിരിയായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു മുല്ലമുട്ട് മാല ഉണ്ട്, കൈവളകൾ, തോൽവളകൾ. വലത് കയ്യിൽ വെണ്ണ ഉരുള ഉണ്ട്, ഇടത് കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. വളരെ നല്ല രസമായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ഇന്ന് മുഖം ചാർത്തിയ ചന്ദനം കൊണ്ടാണ് മുഖം ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ കേമായിട്ട് അതിങ്ങനെ കാണാനേ എന്താ രസം. ആ ശ്രീലകത്ത് നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ കാണുമ്പോൾ ആ തൂമന്ദഹാസത്തോടു കൂടി നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ, ആ വെണ്ണക്കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണ്. അതിങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിലെ എല്ലാ പുണ്യങ്ങളും ഒത്തൊരുമിച്ച് കിട്ടുന്ന ആ ഒരു അവസ്ഥയാണ്. അത്രയും മനോഹരമായിട്ടാണ് അന്ന് ആ ശ്രീലകത്ത് ആ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ നിൽക്കുന്നത്. ഉദിച്ചുയർന്നും കൊണ്ട് നിൽക്കുന്ന പോലെ വളരെ സന്തോഷവാനായിട്ട് ഒരു മന്ദസ്മിതം തൂങ്ങി നമ്മളെങ്ങനെ നോക്കുകയാണ്. എന്താ പറയുക, അതിന് പ്രത്യേകിച്ച് പറയുക എന്ന് പറഞ്ഞാൽ വളരെ കേമായിട്ടത് അലങ്കാരം ചെയ്തിട്ടുണ്ട്. തിരുമുടിമാല ഉണ്ട്, നല്ല രസത്തിൽ നല്ല ഉണ്ടമാല ഉണ്ട്. വളരെ കേമാണ്. എന്തായാലും ഇന്ന് കാഴ്ചയ്ക്കും നല്ല സന്തോഷത്തിൽ തന്നെയാണ്. ഉണ്ണിക്കണ്ണനും നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത്. കാരണം നമ്മളെ നോക്കി ചിരിച്ചും കൊണ്ടാണ് നിൽക്കുന്നത്. വരൂ 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും എന്നെ ശ്രവിക്കുന്നവരൊക്കെ നമ്മൾ തിരക്കിനിടയിലൊക്കെ അങ്ങനെ ആയിട്ട് ഇപ്പോൾ മൊത്തത്തിൽ തിരക്കാണ്, മഴയാണ് കൊണ്ട് അതുകൊണ്ട് കുറച്ചൊരു കമ്മിയുണ്ട്. പക്ഷേ എന്നാലും തിരക്കുണ്ട്. ആ തിരക്കിനിടയിൽ കൂടെ നമ്മളിങ്ങനെ ചെന്ന് ആ ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിൽ നിന്നിട്ട് അകത്തേക്ക് ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ എതിരേറ്റ് നിൽക്കുന്ന ആ വെണ്ണക്കണ്ണനെ നമുക്ക് കാണാൻ കഴിയും. ആ വെണ്ണക്കണ്ണനെ മനസ്സിൽ, അതായത് ഇപ്പോൾ നമ്മൾ എന്നെ ശ്രവിക്കുന്നവരൊക്കെ അത് ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ഉണ്ണിക്കണ്ണനെ കാണുകയാണ്, വീക്ഷിക്കുകയാണ്. അപ്പോൾ കണ്ടിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുഖതാവിലുള്ള ദർശനം അങ്ങോട്ട് നടത്തിയിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് പറയുക. അപ്പോൾ ആ പറയുമ്പോൾ ആ ഉണ്ണിക്കണ്ണൻ അതിന് നമുക്കുള്ള പ്രതിവിധി മനസ്സുകൊണ്ട് അദ്ദേഹം അവിടെ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ആ കൃഷ്ണൻ്റെ, ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും ഉണ്ടാവട്ടെ. എന്നും നമ്മോടൊപ്പം ഗുരുവായൂരപ്പൻ ഉണ്ടാവട്ടെ. കേൾക്കുന്ന എല്ലാ ഭക്തർക്കും ആ അനുഗ്രഹം കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. സന്തോഷത്തോടെ ഇന്ന് വളരെ സന്തോഷമാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം ഐം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരംപുരുഷായ പരമാത്മനെ പരകർമ്മമന്ത്രയന്ത്രതന്ത്ര ഔഷധ അസ്ത്രശസ്ത്രാണി സംഹര മൃത്യോർമോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്ത്രേ ജ്വാലപരീതായ സർവദിക്ഷോഭണകരായ ബ്രഹ്മണേ പരം ജ്യോതിസേ ഹും ഫട്ട് സ്വാഹാ. കൃഷ്ണ ഹരേ.